الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അർഹമുറഹീമായ റബ്ബുൽ ആലമീനിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യർക്കിടയിൽ പണ്ട് കാലങ്ങളിൽ നിലനിന്നു പോന്നിരുന്നതും ആധുനികതയും സൗകര്യങ്ങളുമൊക്കെ കൂടുന്തോറും വർദ്ധിക്കുന്തോറും മനുഷ്യർക്കിടയിൽ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ബന്ധം എന്നുള്ളത്. ഇഹലോകത്ത് മനുഷ്യർക്കിടയിൽ പരസ്പരം കണ്ടുമുട്ടാനോ സംസാരിക്കാനോ കുശലം പറയാനോ മനുഷ്യർക്ക് സമയമില്ലാത്ത ഒരു അവസ്ഥാവിശേഷമാണ്. ഈ ബന്ധത്തിൻ്റെ ബന്ധപ്പെടലുകളുടെ കുറവുകൾ കൊണ്ട് സംഭവിക്കുന്നത് മനുഷ്യൻ്റെ വലിയവരോടുള്ള ബഹുമാനവും ചെറിയവരോടുള്ള സ്നേഹവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ബന്ധങ്ങളുടെ ചേർക്കലുകൾ കുറയുന്നതോടുകൂടെ മുതിർന്നവരോടുള്ള ബഹുമാനം ഇല്ലാതെയാവുകയും ചെറിയവരോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ആർക്കെല്ലാം ഉറ്റവരാണ് എന്നതിനെക്കുറിച്ച് തിരിച്ചറിയുകയോ ആരുടെയൊക്കെ സ്ഥാനങ്ങൾ മഹനീയമാണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുകയോ ചെയ്യാതെയാണ് ഒരു പറ്റം ആധുനിക തലമുറ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. 6 മക്കളെ ഗർഭം ചുമക്കുകയും നൊന്ത് പ്രസവിക്കുകയും ചെയ്തിട്ടുള്ള മാതാവ് 6 മക്കളെയും ഒരുപോലെ പോറ്റി വളർത്തുകയും ആ മാതാവ് ഒരാളോടും അനീതി കാണിക്കാതെ കൃത്യമായ നീതിയോടുകൂടെ മക്കളെ മുഴുവൻ പോറ്റി വളർത്തി ഉണ്ടാക്കി ആ മാതാവിന് വയസ്സ് അധികരിക്കുകയും വാർദ്ധക്യത്തിലേക്ക് ചെന്നെത്തുകയും മാതാവിൻ്റെ മുഖം ചുക്കിച്ചുളിയുകയും മാതാവിൻ്റെ തൊലികളിൽ ചുക്കിച്ചുളിയുകയും
മാതാവിൻ്റെ കണ്ണുകൾ കുഴിയുകയും മാതാവിൻ്റെ മോണകൾ ഉന്തിവരികയും ശരീരം മെലിഞ്ഞൊട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ മാതാവ് ഇന്ന് മക്കൾക്കൊരു ശാപമായി കാണുകയും മാതാവിനെ നോക്കാൻ മക്കൾ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പലപ്പോഴും മക്കൾ തമ്മിൽ മാതാവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുകയാണ്. ഉമ്മ എന്ന് പറയുന്നത് എൻ്റേത് മാത്രമല്ലല്ലോ, നിൻ്റേത് കൂടെയല്ലേ, അല്പം നീയും നോക്കണ്ടേ, നീയും പരിചരിക്കണ്ടേ എന്നിങ്ങനെ പരസ്പരം തർക്കിക്കുന്ന ആധുനിക കാലഘട്ടത്തിലുള്ള മനുഷ്യരെയാണ് സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്നത്. നാം ഗർഭത്തിലായിരിക്കുന്ന നിമിഷം തൊട്ട്, നമ്മെ പ്രസവിച്ചത് തൊട്ട്, നമ്മുടെ ജനനം മുതൽ ഒരു 2 കാലിൽ നിൽക്കാനുള്ള ത്രാണിയും പ്രാപ്തിയും എത്തുന്നത് വരെ ഒരുപാട് കഷ്ടതകൾ ആ മാതാവ് സഹിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ ആ മാതാവ് സഹിച്ചിട്ടുണ്ട്. ഒരാളും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, ഒരാളോടും അതിനെക്കുറിച്ച് മാതാവ് പറഞ്ഞിട്ടില്ല, ഒരാളോടും അതിനെക്കുറിച്ചുള്ള കണക്ക് പൊന്നുമ്മ ചോദിച്ചിട്ടില്ല. വേദനകൾ തിന്നു തീർത്ത്, പ്രയാസങ്ങൾ കടിച്ചമർത്തിക്കൊണ്ട്, പ്രതിസന്ധികൾ തരണം ചെയ്ത് ആ പൊന്നുമ്മ ജീവിതം നയിച്ചതിന് പിന്നിൽ ആ പൊന്നുമ്മക്കൊരു പ്രതീക്ഷയുണ്ട്. നാളെ വാർദ്ധക്യത്തിലേക്ക് ഞാൻ ചെന്നെത്തുമ്പോൾ, അവശത അനുഭവിക്കുമ്പോൾ എനിക്കൊരു കൈത്താങ്ങായി, എനിക്കൊരു കൂട്ടിന് ഒരു സന്താനം വേണം. ആ സന്താനം എൻ്റെ മകൻ അതിന് പ്രാപ്തിയാകും, അതിനവന് ഉപകരിക്കുമെന്ന പ്രതീക്ഷയാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ മാതാക്കൾക്കുള്ളത്. അവരോട് നന്ദി കാണിക്കണമെന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. മനുഷ്യരെ, ഞാൻ നിങ്ങളെ അനുശാസിക്കുകയാ, മനുഷ്യരെ ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാ. ആരുടെ വാക്ക? അർഹമുർ റഹീമായ റബ്ബുൽ ആലമീനിന്റെ വാക്ക. ഏത് വിഷയത്തിൽ? ബിവാലിദൈഹി, മാതാവിൻ്റെയും പിതാവിൻ്റെയും വിഷയത്തിൽ. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, ക്ഷീണത്തിന് മേൽ ക്ഷീണം സഹിച്ചുകൊണ്ട് അവന്റെ പൊന്നുമ്മ അവനെ ഗർഭം ചുമന്നു. വഫിസാലുഹു ഫീ ആഖ്മൈൻ, 2 വർഷം അവന്റെ മുലയൂട്ടിക്കൊണ്ട് അവനെയും കൈപ്പിടികളിൽ ഒതുക്കിക്കൊണ്ട് കൊണ്ടു നടന്നു. അനിഷ്കുറുലി, മനുഷ്യരെ നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണേ. വലിവാലിദൈക, നിങ്ങളുടെ പൊന്നുപ്പയോടും നിങ്ങളുടെ പൊന്നുമ്മയോടും നിങ്ങൾ നന്ദി കാണിക്കണേ. ഇലയ്യൽ മസീർ, എന്നിലേക്കാണേ നിങ്ങളുടെ മടക്കമെന്ന ഒരു താക്കീതിന്റെ സ്വരം അല്ല അവശേഷിപ്പിച്ചുകൊണ്ട് ആയത്ത് അവസാനിപ്പിക്കുമ്പോ ഒരുപാട് കഷ്ടതകൾ നമ്മുടെയൊക്കെ മാതാക്കൾ സഹിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെയൊക്കെ ഉപ്പമാര് സഹിച്ചിട്ടുണ്ട്. ഒന്നുകിൽ നമ്മളായിരിക്കാം അതിന്റെ കാരണക്കാര്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളായിരിക്കാം. നാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച ആ പ്രിയ മാതാപിതാക്കൾ ഇന്ന് വരെ നമ്മളോട് ഒരു കണക്കും പറഞ്ഞിട്ടില്ല. അനുഭവിച്ച അനുഭവങ്ങളുടെ ഒരു നിലക്കുമുള്ള ചെലവുകളും കണക്കുകളും അവരാരും നമ്മുടെ മുന്നിൽ സമർപ്പിച്ചിട്ടില്ല. എന്തേ കാരണം? വിശുദ്ധ ഖുർആനിലൂടെ റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുന്നത് നോക്കൂ. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, മനുഷ്യരെ പിതാക്കളോട് മാതാക്കളോട് നന്മയിൽ വർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാ. ഹമലതുഹു ഉമ്മുഹു കുർഹൻ വവലഅതുഹു കുർഹ, പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവന്റെ മാതാവ് അവനെ ഗർഭം ചുമന്നത്. പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവന്റെ മാതാവ് അവനെ ഗർഭം ചുമന്നത്. മാത്രമല്ല, വേദനകൾ കടിച്ചമർത്തിക്കൊണ്ടാണ് അവന്റെ മാതാവ് അവന് ജന്മം നൽകുകയും ചെയ്തത്. വഫിസാലുഹു വഹംലുഹു വഫിസാലുഹു 30 ശഹ്റൻ, അവന്റെ ഗർഭകാലഘട്ടം, അവന്റെ മുലകുടി കാലഘട്ടം 30 മാസമാണ്. ആ 30 മാസം നിനക്ക് വേണ്ടി എല്ലാം ഒഴിഞ്ഞു വെച്ച് നിനക്ക് വേണ്ടി മാത്രം ചെലവഴിച്ച ആ പ്രിയ മാതാവിനോട്, ആ പ്രിയ പിതാക്കളോട് നിങ്ങൾ മനുഷ്യരെ നിങ്ങൾ നന്ദി കാണിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോ വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നത് കാണാം. ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോ ഒരു ശരീരത്തിൽ 32 എല്ലുകൾ ഒരേ സമയം മുറിയുമ്പോൾ
ഒരേ സമയം നുറുങ്ങുമ്പോൾ, ഒരേ സമയം പൊട്ടിക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദന എത്രയാണോ അത്രയും വേദനകൾ കടിച്ചമർത്തിയ ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് എന്ന് വൈദ്യശാസ്ത്രം പഠിപ്പിക്കുകയാ. അറിയുമോ നിങ്ങൾക്ക്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു മനുഷ്യൻ കടന്നു വന്ന് ചോദിക്കുകയാ, അന്ന റജുലൻ ജാഅ ഇലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാ. ഫഖാല, അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നി ഹമൽതു ഉമ്മി അലാ ഉനുഖി ഫർസഖൈനി ഫി റമളാ അശ്ശദീദ, കടുകടുത്ത വെയിലിന്റെ കാഠിന്യമുള്ള തീജ്വാലകൾ തുപ്പുന്ന സൂര്യതാപങ്ങളേറ്റ് ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ എന്റെ പ്രിയ ഉമ്മയെ ചുമലിലേറ്റിക്കൊണ്ട് ഞാൻ നടന്നു പോയിട്ടുണ്ട് പ്രവാചകരെ. ആ സന്ദർഭത്തിൽ അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, ലൗ അൽഖൈതു ഫീഹാ ബിൽഅതൻ മിൻ ലഹ്മിൻ ലനളിജതക്, എങ്ങാനും ഒരു മാംസക്കഷ്ണം ആ വെയിലിൽ വെച്ച് കഴിഞ്ഞാൽ ആ മാംസക്കഷ്ണം വേവുമാറി ചൂടുള്ള അത്യുഷ്ണമുള്ള സമയത്ത് എന്റെ പൊന്നുമ്മയെ എന്റെ ചുമലിലേറ്റി ഞാൻ മണലാരുണ്യത്തിലൂടെ നടന്നു നീങ്ങിയിരുന്ന പ്രവാചകരെ. ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് എന്റെ ഉമ്മയെ ഞാൻ ചുമലിലേറ്റിയത് താങ്കൾ അറിയിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് ഫഹൽ അദ്ദൈതു ശുക്റഹ, എന്റെ അവളോടുള്ള നന്ദി എന്റേത് കഴിയുമോ, എന്റേത് അവസാനിക്കുമോ, എന്റെ പ്രിയ മാതാവ് ചെയ്ത ത്യാഗത്തിന് ഇത് മതിയാകുമോ റസൂലേ എന്ന ചോദ്യത്തിന് പ്രവാചക തിരുമേനി ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മനുഷ്യനോട് പറയുന്നത്, ലഅല്ലഹു അൻ യകൂന ലിതുൽഖത്തിൻ വാഹിദത്തിൻ, മോനെ, നിന്റെ മാതാവ് പ്രസവ സമയത്ത് അനുഭവിച്ച ഒരു വേദനയുടെ ഒരു അംശം മാത്രമേ ഇത് ആവുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, ലോകത്ത് ഒരുപാട് ഉമ്മമാർ ഇന്ന് കണ്ണീർ കുടിക്കുകയാണ്, ഒരുപാട് ഉപ്പമാർ സങ്കടങ്ങൾ ഒതുക്കി വെക്കുകയാണ്. എന്തേ കാരണം? മക്കളുടെ ചവിട്ടേറ്റ്, മക്കളുടെ തൊഴുത്തേറ്റ് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാതെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടു ചെന്നാക്കി തന്റെ പേരമക്കളെ പേരക്കിടാക്കളെ പോലും ഒന്ന് കാണാൻ കഴിയാതെ ഒരുപാട് ഉമ്മമാര് വ്യസനിക്കുന്നുണ്ട്. അറിയുമോ നിങ്ങൾക്ക്? വിശുദ്ധ ഖുർആനിലൂടെ റബ്ബുൽ ആലമീൻ പഠിപ്പിച്ച വിഷയത്തിൽ രണ്ടാമത് പറയുന്നത്, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യഹ് വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ രക്ഷിതാവ് നിന്നോട് വിധിച്ചിരിക്കുന്നു, ആദമിന്റെ പുത്രിയോട്, ആദമിന്റെ പുത്രനോട് അല്ലാഹുവിന്റെ ആജ്ഞാപനയ ഞാൻ ഇതാ നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളോട് ഇതാ കൽപ്പിച്ചിരിക്കുകയാ, എന്നെ മാത്രം ആരാധിക്കണമെന്ന്. വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ മാതാപിതാക്കളോട് നന്ദി കാണിക്കണമെന്ന്. എന്തേ കാരണം? ജീവിക്കാനുള്ള വിഭവങ്ങൾ, കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ, കുടിക്കാനുള്ള വെള്ളം എല്ലാം റബ്ബുൽ ആലമീൻ ഈ ദുനിയാവിൽ സജ്ജീകരിച്ചു. ആദമിന്റെ മകന് ആദ്യം കടപ്പാടുള്ളത് അല്ലാഹുവിനോടാണ്. അവനെ മാത്രം ആരാധിക്കണം, അവനിൽ ഒരാളെയും പങ്കു ചേർക്കരുത്. രണ്ടാമത്തേത്, ആ വിഭവങ്ങളൊക്കെ ശൈശവത്തിൽ എട്ടും പൊട്ടും തിരിയാത്ത നിമിഷങ്ങളിൽ നിന്റെ വാഴയിലേക്ക് ഉരുളകളാക്കി നിന്നെ ഭക്ഷിപ്പിച്ചത് നിന്റെ മാതാപിതാക്കളാം. അതുകൊണ്ട് നിനക്ക് നിന്റെ മാതാപിതാക്കളോട് കടമയുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആനാ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ഖാല, അദ്ദേഹം പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി തആല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളുടെ കൂട്ടത്തിലുള്ള അമലി ഏതാണ് പ്രവാചകരെ? അവിടുന്ന് പറയുന്നു, അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. സുമ്മ അയ്യി, പിന്നെ ഏതാണ് റസൂലേ? അവിടുന്ന് പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്ദി കാണിക്കലാണ്. അല്ലാഹുവുമായുള്ള ഒരു അടിമക്ക് ഒരു ദിവസത്തിലുള്ള നിർബന്ധമായ മുനാജാത്താണ് നമസ്കാരം എന്നുള്ളത്. അല്ലാഹുവിനോടുള്ള കടമ കഴിഞ്ഞാൽ
ദുനിയാവിൽ സുഹൃത്തിനോടല്ല നിനക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്, ഭാര്യയോടല്ല നിനക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്, നിന്റെ മറ്റുള്ള ബന്ധുക്കളോടല്ല, അവരെക്കാളും നിന്നോട് അടുപ്പമുള്ളത് നിന്റെ മാതാപിതാക്കളാണ്. അല്ലാഹുവിനോടുള്ള കടമ കഴിഞ്ഞാൽ മാതാപിതാക്കളോട് നന്ദി കാണിക്കലാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. നോക്കൂ നിങ്ങൾ, ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളോടുള്ള മക്കളുടെ സമീപനങ്ങൾ എങ്ങനെയാ? വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, ഇമ്മാ യബ്ലുഅന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, അവരിൽ ഒരാളോ രണ്ടുപേരോ നിന്റെ സമീപത്ത് വെച്ച് വാർദ്ധക്യത്തിന്റെ അവശത അനുഭവിക്കുമ്പോ മനുഷ്യരെ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഒരു എന്ന് പോലും നിങ്ങൾ പറയരുതേ. വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരോട് നിങ്ങൾ കയർത്ത് സംസാരിക്കരുതേ, മാന്യമായ വാക്ക് മാത്രമായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഉപ്പയോടും ഉമ്മയോടും പറയേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ. ഈ അല്ലാഹുവിന്റെ വചനത്തിന് ന്യായമില്ല മനുഷ്യരെ. എന്തേ കാരണം? പിഞ്ചോമന കുഞ്ഞുങ്ങളായപ്പോ പൊന്നുപ്പയുടെ കൈപിടിച്ച് പൊന്നുമ്മയുടെ കൈപിടിച്ച് വഴിവക്കിലൂടെ നടക്കുമ്പോ ഞാനും നിങ്ങളും ചോദിച്ചിരുന്നു, ഉപ്പ അത് എന്താണ് എന്ന്. പൊന്നുപ്പ പറഞ്ഞു, മോനെ അത് കിളിയാണ്, മോനെ അത് പക്ഷിയാണ്. വീണ്ടും ചോദിച്ചിരുന്നു, ഉപ്പ അത് എന്താണ് എന്ന്. വീണ്ടും നമ്മുടെ ഉപ്പ നമ്മോട് മറുപടി പറഞ്ഞിരുന്നു, മോനെ അത് കിളിയാണ് എന്ന്. ഒരു വട്ടമല്ല 1000 വട്ടം നമ്മൾ ചോദിച്ചപ്പോഴും പൊന്നാര ഉപ്പ വാത്സല്യത്തോടുകൂടെ പറഞ്ഞത് മോനെ അത് കിളി എന്നായിരുന്നു. പക്ഷേ ഉപ്പ വാർദ്ധക്യത്തില, പൊന്നുമ്മ വാർദ്ധക്യത്തില. ആ ഉമ്മ ചോദിക്കുകയാ, മോനെ സമയം എത്രയായി? പൊന്നുമ്മയുടെ കണ്ണിന് തിമിരം ബാധിച്ചിട്ടുണ്ട്, ഉമ്മയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉമ്മ ചോദിച്ചു, സമയം എത്രയായി? മകൻ പറയുന്നു 10 മണിയെന്ന്. വീണ്ടും ചോദിക്കുന്നു, മോനെ സമയം എത്രയായി? മകൻ മറുപടി പറയുന്നു 10 മണി. 3ാം തവണ 1 മിനിറ്റിന് ശേഷം വീണ്ടും ചോദിക്കുമ്പോ, എത്ര തവണയായി ഞാൻ നിങ്ങളോട് ഇത് പറയുന്നു, എനിക്ക് നിങ്ങൾക്ക് സമയം പറഞ്ഞു തരുന്ന പണിയാണോ എന്ന് ചോദിച്ച് കയർക്കാറല്ലേ ചെയ്യാറുള്ളത്? അല്ല പഠിപ്പിക്കുന്നത്, ചെറുപ്പത്തിൽ നിന്റെ ഓരോ ചോദ്യങ്ങൾക്കും മടുപ്പില്ലാതെ മറുപടി പറഞ്ഞ പൊന്നുമ്മയോടും പൊന്നുപ്പയോടും വാർദ്ധക്യത്തിന്റെ അവശതയിൽ ബുദ്ധി ചുക്കിച്ചുളിഞ്ഞ് അത് മസ്തിഷ്കം വറ്റി വരണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിൽ അവരുടെ ചോദ്യത്തിന് അവർക്ക് മടുപ്പുണ്ടാക്കുന്ന, വെറുപ്പ് പ്രകടിപ്പിക്കുന്ന സംസാരം പറയരുതേ എന്ന് വിശുദ്ധ ഖുർആൻ. എന്തേ കാരണം? അല്ലാഹുവിന്റെ കൽപ്പനയാ, വഹ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, അവർക്ക് നീ നിന്റെ എളിമയുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്ക്. ഉമ്മ വാർദ്ധക്യത്തിന്റെ അവശതയിലാകുമ്പോ തന്റെ പൊന്നാര മകനെ ഓമനിക്കുന്നത് പോലെ ഉമ്മയോട് നീ വാത്സല്യത്തോടുകൂടെ പെരുമാറണേ. എളിമയുടെ ചിറകുകൾ നിങ്ങൾ അവർക്ക് താഴ്ത്തി കൊടുക്കണേ. അല്ല എങ്കിൽ ഉമ്മയുടെ വിളിക്ക് ഉത്തരമില്ല, ഉമ്മയുടെ ചോദ്യത്തിന് ഉത്തരമില്ല. ഉമ്മ ആർക്കും വേണ്ടാത്ത ഒരു ഭാരമുള്ള വസ്തുവായി വീട്ടിൽ കഴിയുന്ന ഒരു അവസ്ഥ പൊന്നുമ്മക്ക് തോന്നി. ആ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് നിറകളിച്ച് ആ 2 കരങ്ങളും ആരാരും കാണാതെ അർദ്ധരാത്രിയിൽ റബ്ബിലേക്ക് കൈ ഉയർത്തി കഴിഞ്ഞാൽ, ഇല്ല മനുഷ്യരെ, റബ്ബുൽ ആലമീൻ നമ്മെ വെറുതെ വിടില്ല. എത്ര വലിയ നമസ്കരിക്കുന്നവനാണെങ്കിലും, എത്ര വലിയ നോമ്പനുഷ്ഠിക്കുന്നവനാണ് എങ്കിലും അല്ല വെറുതെ വിടുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. കാരണം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ ജുറൈജ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ, ഒരു സ്വാലിഹായ അടിമയുടെ ചരിത്രം സഹാബത്തിനെ പഠിപ്പിക്കുകയാ. അദ്ദേഹം ദിനേന നമസ്കാരത്തിൽ മുഴുകിയിരിക്കുന്ന മനുഷ്യൻ, അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ തേടി മലമുകളിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് ഫഖാലത്ത്, അവൾ വിളിച്ചു, യാ ജുറൈജ്, എന്റെ ജുറൈജേ, അന ഉമ്മുക കല്ലിംനി, നിന്റെ മാതാവാ ഞാൻ, ഒന്ന് സംസാരിക്കൂ ജുറൈജേ. ആ സമയം ഫസദാഫത്തുഹു യുസല്ലി, അദ്ദേഹത്തിന് ഉമ്മയുമായി സംസാരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് നമസ്കാരമാണ്. ഫഖാല, അദ്ദേഹം പറയുകയാ, അല്ലാഹുമ്മ ഉമ്മി വസലാത്തി റബ്ബേ, എന്റെ മാതാവ് റബ്ബേ, എന്റെ നമസ്കാരം. ഫഖ്താറ സ്വലാത്തഹു, അദ്ദേഹം നമസ്കാരം തെരഞ്ഞെടുത്തു. പ്രിയ മാതാവിനെ തട്ടിമാറ്റി. ഫറജഅത, ആ മാതാവ് മടങ്ങിപ്പോയി.
എന്നിട്ടോ സുമ്മഅദത്ത് പിന്നെയും ആ മാതാവ് വന്നു, പിന്നെയും അവൾ വിളിച്ചു, ഫഖാലത്ത് യാ ജുറൈജ് അന ഉമ്മുക ഫകല്ലിംനി, നിന്റെ ഉമ്മയാ ഞാൻ, ഒന്നോട് സംസാരിക്കോ. രണ്ടാം പ്രാവശ്യവും അദ്ദേഹം നമസ്കാരത്തില, മൂന്നാം പ്രാവശ്യം പിന്നെയും ആ പ്രിയ മാതാവ് വിളിച്ചോ, അദ്ദേഹം വിളി കേട്ടില്ല. അവസാനം ഫഖാലത്ത് ആ മാതാവ് ഒരു ദുആ റബ്ബിനോടങ്ങ് ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ഇന്ന ഹാദാ ജുറൈജ് വഹുവ ഇബ്നി, അല്ലാഹുവേ ഈ ജുറൈജ് എന്റെ മോന, 10 മാസം ഞാൻ ഗർഭം ചുമന്ന് വേദനകൾ തിന്നു തീർത്ത് ഞാൻ പ്രസവിച്ച എന്റെ മകനാ അല്ലാഹുവേ ഈ ജുറൈജ്. വ ഇന്നി കല്ലംതുഹു ഫഅബാ അൻ യുകല്ലിമനി, അവനോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, അവൻ എന്നിൽ നിന്ന് വിസമ്മതിച്ചു നീങ്ങുന്നു. അല്ലാഹുമ്മ, അല്ലാഹുവേ ഈ കാര്യത്തെ സാക്ഷി നിർത്തി ഞാൻ റബ്ബേ നിന്നോട് ചോദിക്കുകയാ, ഫലാ തുമിതുഹു ഹത്താ തുരിയഹുൽ മൂമിസാത്ത്, ഒരു വേശ്യയുടെ മുഖത്ത് നോക്കുന്നത് വരെ ഇവനെ നീ മരിപ്പിക്കല്ലേ അല്ലാ എന്ന് ആ പ്രിയ മാതാവ് അവിടെ വെച്ച് ദുആ ചെയ്യുകയാ. ആ സമയം ബനൂ ഇസ്രായേലുകളിൽ പെട്ടിട്ടുള്ള ഒരു വേശ്യയായ പെണ്ണ് ഈ ജുറൈജിനെ സമീപിക്കുകയും അദ്ദേഹം അവളിൽ നിന്ന് പിന്മാറിക്കളയുകയും സമീപത്തുള്ള ഒരു ആട്ടിടയനുമായി അവൾ ക്ഷയിക്കുകയും അവൾക്ക് ജനിച്ച കുഞ്ഞിനെ ചൂണ്ടി ആ സ്ത്രീ ജുറൈജിനെ ചൂണ്ടി പറഞ്ഞു, ഈ കുഞ്ഞ് ജുറൈജിന്റെ മകനാണ് എന്ന്. ഈ നിമിഷം അതാ ആ നാട്ടുകാർ മുഴുവൻ ഒന്നടങ്കം തടിച്ചുകൂടുകയും ഫഖാലൂ ലഹു സൽ ആദിഹി, പറ, അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കണം, പറ ജുറൈജ് ഇതിന്റെ അവസ്ഥ എന്താണ്? ആ സമയം ഖാല ഫതബസ്സമ, അദ്ദേഹം ചിരിക്കുകയാ, സുമ്മ മസറഹു സബി, പിന്നീട് ആ കുഞ്ഞിന്റെ തല ഈ മനുഷ്യനൊന്ന് തടവുകയാ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാ, ഫഖാല മൻ അബൂക, മോനെ നിന്റെ ഉപ്പ ആരാ? പറയൂ പൊന്നുമോനെ നിന്റെ ഉപ്പ ആരാ? പൈതലായ ശിശുക്കിടാവായ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞായ ആ കുഞ്ഞുമോൻ പറഞ്ഞു, ഖാല അബീ റാഇ അല്ലാഹൻ, ഇന്ന മടത്തിലുള്ള ആട്ടിടയനാണ് എന്റെ പിതാവ് എന്ന് ചെറുപ്പത്തിൽ ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു. എന്തേ കാരണം? പൊന്നുമ്മ വിളിച്ച വിളിക്ക് ഉത്തരം നൽകാത്തത് കൊണ്ട് മാതാവിന്റെ കണ്ണീർ തോർന്ന പ്രാർത്ഥന അല്ലാഹുവിലേക്ക് ഉയർന്നപ്പോ റബ്ബുൽ ആലമീൻ അത് സ്വീകരിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മനുഷ്യരെ ഈ ചരിത്രം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, മാതാപിതാക്കളെ വെറുപ്പിക്കലാണ് ഏറ്റവും വലിയ പാപം. അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, വൻ പാപങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഖുൽനാ ബലാ യാ റസൂലല്ലാഹ്, ഒന്ന് അറിയിച്ചു തന്നാലും നബിയെ. ഖാല അൽ ഇശ്റാഖു ബില്ലാഹ് വ ഉഖൂഖുൽ വാലിദൈൻ, അല്ലാഹുവിൽ പങ്കു ചേർക്കലും മാതാപിതാക്കളെ ഉപദ്രവിക്കലുമാണ് എന്ന് അവിടുന്ന് നമ്മെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഉമ്മയെയും ഉപ്പയെയും പരിചരിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് അല്ലാഹുവിന്റെ അരികിൽ നിന്ന് ഉത്തരം കിട്ടിയ ചരിത്രവും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നില്ലേ? 3 ആളുകൾ യാത്ര ചെയ്യുകയാ. അവര് പാതിര നേരമായി അവർക്ക് അഭയം പ്രാപിക്കണം. മലമുകളിലുള്ള ഒരു ഗുഹയിൽ അവര് അഭയം പ്രാപിച്ചോ. അവര് അതിൽ അഭയം പ്രാപിച്ചതിന് ശേഷം ശക്തമായ മഴ വർഷിക്കുകയും നല്ല ശക്തിയുള്ള കാറ്റടിക്കുകയും ചെയ്തു. ഒരു വലിയ പാറ ഗുഹാമുഖത്ത് വന്ന് അടഞ്ഞു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവരിൽ ദുആ ചെയ്യുകയാ അല്ലാഹുവിനോട്. അതിൽ ഒരാൾ ദുആ ചെയ്തത്, അല്ലാഹുവേ എനിക്ക് വാർദ്ധക്യത്തിലുള്ള ഉമ്മയും ഉപ്പയുമുണ്ട്. ഞാൻ എന്നും എന്റെ ഒട്ടകത്തെ കറന്ന് അതിന്റെ പാല് ഉമ്മയെയും ഉപ്പയെയും കുടിപ്പിച്ചിട്ട ഞാൻ എന്റെ മക്കളെ കുടിപ്പിക്കാറുള്ളത്. പക്ഷേ ഒരിക്കൽ ഞാൻ വന്നപ്പോഴേക്കും എന്റെ ഉപ്പയും ഉമ്മയും ഉറങ്ങിപ്പോയി. ആ സമയം ആ പാനപാത്രം അവരുടെ അരികിൽ വെച്ച് അവർ ഉണരുവോളം ഞാൻ അവർക്കരികിൽ ഇരുന്നു. എന്റെ മക്കൾ കരയുന്നുണ്ടായിരുന്നു. ഞാൻ ആ മക്കൾക്ക് നൽകിയില്ല. ഇതൊരു സ്വാലിഹായ അമലാണെങ്കിൽ ഈ ഗുഹയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന ദുആഇന് അല്ലാഹ് ഉത്തരം നൽകിയ ചരിത്രം പ്രവാചകൻ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ,
മാതാപിതാക്കളുടെ വിഷയത്തില അനുഗ്രഹമുള്ളത്, റഹ്മത്തുള്ളത്, ബർക്കത്തുള്ളത്, കാരുണ്യമുള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുകയാ. നോക്കൂ നിങ്ങൾ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് പോകുന്ന സന്ദർഭമുണ്ടാകാറുണ്ട്. യുദ്ധത്തിന്റെ വിളിയാളം മുഴങ്ങപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരാളും വീട്ടിലിരിക്കാൻ പാടില്ല. പ്രവാചകന്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. നബിയെ, ഉബായിഉക അലൽ ഹിജ്റതി വൽ ജിഹാദ്, യുദ്ധം ചെയ്യാനും അല്ലാഹുവിന്റെ പ്രതിഫലം കാംക്ഷിക്കുവാനും വേണ്ടി, അബ്തഈ അജ്റ മിനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രതിഫലം കാംക്ഷിക്കാനും യുദ്ധം ചെയ്യാനും ഞാൻ നിങ്ങളോട് ബൈഅത്ത് ചെയ്യുന്നു നബിയെ. ഖാല, അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് ചോദിക്കുന്നത്, ഫഹൽ മിൻ വാലിദൈക അഹദുൻ ഹയ്യുൻ, മാതാവോ പിതാവോ ജീവിച്ചിരിപ്പുണ്ടോ? ഖാല, അദ്ദേഹം പറഞ്ഞു, നഅം ബൽ കിലാഹുമാ, രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട് നബിയെ. ഖാല, അവിടുന്ന് പറഞ്ഞു, ഫതബ്തഈ അജ്റ മിനല്ലാഹ്, അവരുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ പ്രതിഫലം നീ നേടിയെടുക്കുമോനെ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാം. യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഒരു സൈനികനെ കിട്ടിയാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് കരുതുന്ന നിമിഷത്തിൽ പോലും മാതാവിനെയും പിതാവിനെയും വഴിയാധാരമാക്കി നീ യുദ്ധത്തിന് വരേണ്ടതില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. ഖാല ഇർജി ഇലാ വാലിദൈക ഫഅഹ്സിൻ സുഹബതഹുമാ, അവരോട് രണ്ടുപേരോടുമുള്ള നിന്റെ സമീപനം നന്നാക്കൂ എന്ന്. നോക്കൂ നിങ്ങൾ, വൃദ്ധയായ മാതാവിനെയും വൃദ്ധനായ പിതാവിനെയും കൈയും പിടിച്ച് വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്ന മനുഷ്യരെ, ന്യായം ഒരു പക്ഷേ എനിക്ക് ജോലി തിരക്കുണ്ട്, ഭാര്യയ്ക്ക് ജോലിയുണ്ട്, വീട്ടിൽ ആരുമില്ല എന്നതാണ് എങ്കിൽ അറിയണേ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് ഒരു മനുഷ്യനെ പറ്റി പറയുന്നു, ഹതഭാഗ്യവാൻ, ഹതഭാഗ്യവാൻ, ഹതഭാഗ്യവാൻ എന്ന് പറയുമ്പോ, മൻ യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ ആ ഹതഭാഗ്യവാനായ മനുഷ്യൻ? മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബരി അഹദഹുമാ ഔ കിലാഹിമാ, രണ്ടുപേര് ആ രണ്ടുപേര് മാതാവും പിതാവും അവര് വാർദ്ധക്യത്തിലായിരിക്കുകയാ. ഇൻദൽ കിബരി അഹദഹുമാ ഔ കിലൈഹിമാ, ഒരാളോ രണ്ടുപേരോ വാർദ്ധക്യത്തിലായി നിൽക്കുമ്പോൾ, സുമ്മലം യദ്ഖുലിൽ ജന്ന, എന്നിട്ട് അവൻ സ്വർഗ്ഗത്തിൽ പോയില്ല. ഉപ്പയെയും ഉമ്മയെയും പരിചരിച്ചാൽ അവന് സ്വർഗ്ഗം നേടാമായിരുന്നു. അവരെ ആട്ടിയകറ്റി സ്വർഗ്ഗം പ്രവേശിക്കാത്ത മനുഷ്യൻ, സ്വർഗ്ഗം നേടാത്ത മനുഷ്യൻ, അവനല്ലേ ഹതഭാഗ്യവാൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അരിമ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന രംഗമാ ഞാനും നിങ്ങളും കാണുന്നത്. നോക്കൂ നിങ്ങൾ, അവസാനം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, കഅബാലയത്തെ ഒരു മാതാവ്, ഒരു മനുഷ്യൻ തന്റെ മാതാവിനെ ചുമലിലേറ്റി കഅബാലയത്തെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രംഗം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാണുമ്പോ അദ്ദേഹത്തോട് ഈ മനുഷ്യൻ ചോദിക്കുന്നു, എന്റെ ഉമ്മ ചെയ്തതിന് ഇത് പകരമാവില്ലേ എന്ന്. ആ സന്ദർഭം, അതറാനി ജസൈതുഹാ, അവൾ എനിക്ക് ചെയ്തിട്ടുള്ള ത്യാഗത്തിന് ഇത് പ്രതിഫലമാവില്ലേ എന്ന ഈ മനുഷ്യന്റെ ചോദ്യത്തിന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ലാ, ഒന്നുമായിട്ടില്ല. വലാ ബിവഫറത്തിൻ വാഹിദത്തിൻ, നിന്നെ ആ കുറിച്ച് ആലോചിച്ച് അവൾ ഇട്ട ഒരു നെടുവീർപ്പിന് പോലും ഇത് ഒന്നും ആയിട്ടില്ല എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്ര തന്നെ അവർക്ക് സേവനം ചെയ്താലും അത് അവർ സഹിച്ചിട്ടുള്ള ത്യാഗത്തിന്റെ ഒരു വശത്തേക്ക് പോലും എത്തില്ല എന്ന് നാം തിരിച്ചറിയുക. അവരുടെ വിഷയത്തിൽ സ്വർഗ്ഗം വാങ്ങിക്കൂട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. വൃദ്ധനായ പിതാവിനെയും വൃദ്ധയായ മാതാവിനെയും വൃദ്ധസദനങ്ങളിൽ കൊണ്ടേൽപ്പിക്കാതെ അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി സ്വന്തം വീട്ടിൽ അവരെ ഇരുത്തി അവരുമായി നല്ല സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അരികിലുള്ള സ്വർഗ്ഗം വാങ്ങാൻ പരിശ്രമിക്കുക. അർഹമുർ റഹീമായ റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്.
നമ്മുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ്റെ വചനത്തിലൂടെയും കൽപ്പിക്കപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ചായിരുന്നു ഇതുവരെ നമ്മൾ സംസാരിച്ചത്. സഹോദരങ്ങളെ, അവരുടെ മരണത്തിന് ശേഷം അവരോട് വല്ല ബാധ്യതയും ജീവിച്ചിരിക്കുന്ന മനുഷ്യന് ഉണ്ടോ എന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഉണ്ട് എന്നാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ പിതാവോ മാതാവോ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള മക്കൾ അവരുടെ ആണ്ട് കഴിക്കാനും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വെച്ച് വിളമ്പാനും അല്ലെങ്കിൽ അവരുടെ പേരിൽ അരി നേർച്ചയാക്കി വിതരണം നടത്താനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന പള്ളികളിൽ ഒരുമിച്ച് കൂടി നടത്താനുമൊക്കെ ചിലർ തുനിയുകയും മെനക്കെടുകയും ചെയ്യാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ല മനുഷ്യരെ പഠിപ്പിച്ചത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ആ മനുഷ്യൻ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, ഹൽ ബഖിയ മിൻ ബിർരി അബവയ്യി ഷൈഉൻ അബർറുഹുമാ ബിഹി ബഅദ മൗതിഹിമാ. എൻ്റെ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം എനിക്ക് എന്തെങ്കിലും അവരോട് നന്മ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉണ്ട്. അസ്സലാത്തു അലൈഹിമാ, നീ അവരുടെ മേലിൽ പ്രാർത്ഥിക്കണം. വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് രണ്ടുപേർക്കും നീ പാപമോചനത്തിന് തേടണം. വ ഇൻഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ, അവരുടെ മരണത്തിന് ശേഷം അവരുടേതായിട്ടുള്ള കരാറുകൾ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് നീ പൂർത്തീകരിക്കുകയും ചെയ്യണം. വസിലത്തുർ റഹിമില്ലതി ലാ തുസലു ഇല്ലാ ബിഹിമാ, നിന്റെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീയുമായുള്ള ബന്ധം നീ ചേർക്കുകയും ചെയ്തു കൊള്ളണം. വ ഇക്റാമു സദീഖിഹിമാ, അവരുടെ ആ സഹോദരങ്ങളെ കൂട്ടുകാരെ നീ ആദരിക്കുകയും ചെയ്യണം. ഒന്നാമത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, അവർക്ക് വേണ്ടി പാപമോചനത്തിന് തേടണേ, അവരുടെ കരാറുകൾ നിങ്ങൾ നിറവേറ്റണേ, അവരുടേതായിട്ടുള്ള ബന്ധങ്ങളെ നിങ്ങൾ അവരുടെ മരണശേഷം കൂട്ടിയോജിപ്പിക്കണേ. വ ഇക്റാമു സദീഖിഹിമാ, അവരുടെ കൂട്ടുകാരെ നിങ്ങൾ ആദരിക്കണേ എന്ന മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു യാത്രക്കിടയിൽ ഒരു അഅറാബിയായ മനുഷ്യനെ കാണുകയും അഅറാബിയോട് സലാം പറഞ്ഞു. അദ്ദേഹം കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി അഅറാബിയെ കഴുതപ്പുറത്ത് കയറ്റിയിരുത്തി തൻ്റെ തലപ്പാവ് അഅറാബിക്ക് ധരിപ്പിച്ചു. അദ്ദേഹത്തെ യാത്ര ചെയ്യാൻ തൻ്റെ വാഹനമായ കഴുതയെ വിട്ടുകൊടുക്കുകയും ചെയ്തു. ഈ സമയം ഇബ്നു ഉമർ അഅറാബിയോട് ഇത്ര വലിയൊരു ആദരവ് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, ഇന്ന മിൻ അബറിൽ ബിർരി സിലത്തുർ റജുലി അഹ്ല വുദ്ദി അബീഹി ബഅദ അൻ ഉവല്ലി, എൻ്റെ പിതാവിനോടുള്ള സ്നേഹം, എൻ്റെ പിതാവിൻ്റെ ശേഷം ഈ മനുഷ്യനോട് ഞാൻ ബന്ധം വെച്ച് പുലർത്തി ആദരിക്കുമ്പോൾ എനിക്കത് എൻ്റെ പിതാവിനോടുള്ള സ്നേഹം അദ്ദേഹത്തോട് ഞാൻ കാണിച്ചതിന് എനിക്ക് പ്രതിഫലമുണ്ട്, പുണ്യമുണ്ട് എന്ന്. മാത്രമല്ല വ ഇന്ന അബാഹു കാന സദീഖൻ ലി ഉമർ, എൻ്റെ പിതാവിൻ്റെ അഥവാ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടുകാരനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വാപ്പ എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന് ശേഷം മാതാപിതാക്കളുടെ മേൽ നിർവഹിക്കാനുള്ള കടമകൾ നമ്മെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് അവൻ്റെ പ്രവാചകനിലൂടെ. അതുകൊണ്ട് ഈ മരണത്തിന് ശേഷവും ദിനേന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പാപമോചനത്തിന് വേണ്ടി തേടുകയും ചെയ്യുക. അവരുടെ കരാറുകൾ ബാക്കിയുണ്ടെങ്കിൽ അത് എല്ലാം പൂർത്തീകരിക്കുകയും അവരുടെ ബന്ധങ്ങളെ, അവരുമായുള്ള ബന്ധങ്ങളെ, അവർക്ക് ശേഷം അവരുടെ കുടുംബക്കാരെ ബന്ധം മുറിച്ചു കളയുന്ന വിധത്തിൽ പെരുമാറാതിരിക്കുകയും ചെയ്യുക. അവരുടെ കൂട്ടുകാരുമായി ബന്ധങ്ങൾ നിലനിർത്തുക. അർഹമുർ റഹീമായ റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും ഖബർ നരക ശിക്ഷയിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി നമ്മെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജോലിയിലും പഠനത്തിലും പ്രവർത്തനത്തിലും കച്ചവടത്തിലും ഇബാദത്തിലും അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار.
اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب آمين آمين برحمتك يا أرحم الراحمين.